നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിലൊരു വീഡിയോ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. അതായത് നമ്മളിൽ പലരും ഹെയർ ഡൊണേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അങ്ങനെ അല്ലെങ്കിൽ ചില ജോലി സ്ഥലങ്ങളിൽ അങ്ങനെ ടീമുകളായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂട്ടി മൊത്തത്തിലൊരു ഹെയർ ഡൊണേഷൻ, ക്യാൻസർ പേഷ്യൻസിന് മുടി ദാനം ചെയ്യുന്നു എന്നുള്ള പേരിൽ ഹെയർ ഡൊണേഷൻ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ കൈകളിലേക്ക് എത്തുന്നുണ്ടോ? അതായത് ക്യാൻസർ പേഷ്യൻസിന് മുടി കൊടുക്കുന്നു, വിഗ് കൊടുക്കുന്നു എന്നുള്ള തരത്തിലൊരു വാർത്തയും ഞാനിതുവരെ നേരിട്ട് കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ ആരും അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഞാനിതുപോലെ ഹെയർ ഡൊണേഷൻ ചെയ്ത സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഏതോ ഒരു ടീം വന്ന് ഹെയർ ഡൊണേഷൻ ചെയ്ത് മുടി മേടിച്ചുകൊണ്ട് പോയി. പക്ഷേ അവർ സ്കൂളുകാരോ അല്ലെങ്കിൽ കോളേജുകാരോ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്കല്ലാണ്ട് തന്നെ മറ്റു പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് എങ്ങോട്ടാണ് പോയത്, ക്യാൻസർ പേഷ്യൻസിൻ്റെ കൈകളിലേക്ക് ഇത്തരത്തിൽ ആ മുടി അല്ലെങ്കിൽ ആ വിഗ് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം അവർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ പുറകെ ഒരു അന്വേഷണമായിട്ട് നമ്മൾ പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അത് ചുമ്മാ വെറുതെ ഒരു അന്വേഷണമല്ല. ഞാനും എൻ്റെ മുടി ഒന്ന് വളർത്തി ഏകദേശം 1.5 കൊല്ലം കൊണ്ട് എൻ്റെ മുടി കുറച്ച് വളർത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് വളർത്തുന്ന സമയത്ത് പലരും നമ്മളോട് ചോദിച്ചു കേട്ടോ, എന്തിനാണ് ഇങ്ങനെ മുടി വളർത്തുന്നത്, മെനക്ക് നടന്ന പോലെ ഈ കോലം കെട്ട് നടക്കണം എന്തിനാന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഈ മുടി വളർത്തുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളോടും ഈ ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചവരോട് നമ്മൾ അന്ന് പല തട്ടാപ്പൂട്ട് ന്യായങ്ങളൊക്കെയാണ് പറഞ്ഞത്. തമാശക്ക് വളർത്തുന്നതാണ്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ ക്യാൻസർ പേഷ്യൻസിന് മുടി ദാനം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വളർത്തുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുടി വളർത്തുന്നത് ഞാൻ ആരോടും പറഞ്ഞില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ക്യാൻസർ പേഷ്യൻസിന് മുടി കൊടുക്കുമ്പോൾ അതിന് ഇത്ര ലെങ്ത്ത് വേണമെന്നുണ്ട്, 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വേണമെന്നുണ്ട്. അപ്പോൾ അത്രയും ലെങ്ത്തിലേക്ക് നമ്മുടെ മുടി വളരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജെനുവിനായിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് കിട്ടണമായിരുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന മുടി ഈ പർട്ടിക്കുലർ പ്രസ്ഥാനത്തിലേക്ക് പോവാതെ പ്രോപ്പറായിട്ട് ക്യാൻസർ പേഷ്യൻറ്റിലേക്ക് തന്നെ എത്തുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോപ്പർ ഹെയർ ഡൊണേഷൻ ടീമിനെ നമുക്ക് കിട്ടണമായിരുന്നു. അത്തരത്തിലൊരു ടീമിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഹെയർ ഡൊണേഷൻ്റെ ടീം പറഞ്ഞത് 2 രീതിയിൽ നമുക്ക് മുടി കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് നേരിട്ട് അവിടെ ചെന്നിട്ട് അവിടെ വെച്ച് തന്നെ മുടി കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമ്മുടെ മുടി റബ്ബർ ബാൻഡ് കെട്ടിയതിന് ശേഷം മുറിച്ച് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളേതായാലും നമ്മുടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ പോയി കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ മുടി അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചതുകൊണ്ടാണ് ലെങ്ത്തൊന്നും അറിയാത്തത്. അപ്പോൾ ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററോളം നമ്മുടെ മുടി ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ചുരുണ്ട് കിടക്കണോണ്ട് ലെങ്ത്ത് മനസ്സിലാവാഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ, ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് മുടി വെട്ടിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം അവിടെ ചെല്ലുമ്പോൾ തിരക്കായിരിക്കും. ഒരുപാട് ആളുകൾ ഇതുപോലെ ഹെയർ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തിരക്കുണ്ടാവും. നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കലും മുടി കൊടുക്കലും എല്ലാം കൂടി നടക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ഷോപ്പിൽ പോയിട്ട് മുടി വെട്ടാനുള്ള പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ വെട്ടാൻ വേണ്ടി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കടക്ക് 1-2 പ്രത്യേകതകളുണ്ട്. അതായത് ഈ കട എനിക്ക് തോന്നുന്നു കാണാത്ത അധികം മലയാളികൾ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ കാണിച്ചേക്കണ ഒരു ഷോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പേര് സിൽവർ സ്റ്റാർ ഹെയർ സലൂൺ എന്നാണ്. നമ്മുടെ പള്ളുരുത്തിയിലാണ്. അപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഈ പടമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ കട പരിചയമുണ്ട്. നമ്മുടെ വീടിനോട് അടുത്തുള്ള കടയാണ്. ചെറുപ്പം മുതലേ നമ്മളിവിടെ വന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കടയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുടി ഡൊണേഷൻ ചെയ്യണതും ക്യാൻസർ പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കടനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് കവറിലിട്ടേക്കാം. അങ്ങനെ നമ്മൾ മുടിയൊക്കെ കട്ട് ചെയ്ത് അത് പാക്ക് ചെയ്ത് ഹെയർ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടൊരു ജെനുവിൻ ടീമിനെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന മുടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ക്യാൻസർ പേഷ്യൻറ്റിന് തന്നെ കറക്റ്റായിട്ട് എത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ജെനുവിൻ ആയിട്ടുള്ള ഒരു ഹെയർ ഡൊണേഷൻ ടീമിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 മാസത്തിലൊരിക്കൽ ക്യാൻസർ പേഷ്യൻറ്റിന്, അതായത് രജിസ്റ്റർ ചെയ്യുന്ന ക്യാൻസർ പേഷ്യൻസിന് തികച്ചും ഫ്രീ ആയിട്ട് വിഗ് ഡൊണേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 1 വർഷത്തോളം കാലം അന്വേഷിച്ചു പ്രോപ്പറായിട്ട് ഒരു ടീമിനെ കിട്ടാൻ വേണ്ടി. പലരെയും നമ്മൾ കണ്ടു, പക്ഷേ അതൊക്കെ അത്ര ജെന്യൂനായിട്ട് നമുക്ക് തോന്നിയില്ല. അപ്പോൾ ജെന്യൂനായ ഒരു ടീമിനെ കണ്ടെത്താൻ അധികം കുറച്ച് സമയം എടുത്തു എന്ന് തന്നെ പറയാൻ. പ്രോപ്പർ ടീമിനെ കണ്ടെത്താനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ദാനം ചെയ്യുന്നത് മുടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പണമായിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മളെ ഒരു മുടി പോലും ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കുന്നു എന്നുള്ള പേരും പറഞ്ഞ് കൊണ്ടുപോയിട്ട് അത് പറ്റിച്ച്, അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ച് കബളിപ്പിച്ച് അത് മറ്റൊരു ബിസിനസ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സമയം എടുത്തിട്ടായാലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ടീമിനെ കണ്ടുപിടിച്ച് ഈ തൃശ്ശൂർ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ആളുകളോടും ഇവിടുത്തെ അച്ഛന്മാരോടൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അമല മെഡിക്കൽ കോളേജിലെ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻവാടി അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ തന്നെ ഈ ഹെയർ ഡൊണേഷനെ കുറിച്ചും അല്ലെങ്കിൽ ഇവിടെ വിഗ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അച്ഛൻ തന്നെ നമ്മളോട് പറയുന്നതായിരിക്കും. നമസ്കാരം.
എൻ്റെ പേര് ഫാദർ ജെയ്സൺ മുണ്ടൻവാണി CMI. ഞാൻ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഇന്ന് മിസ്റ്റർ അരുൺ എൻ്റെ അടുത്ത് വന്ന് എന്താണ് കേശദാനം, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് എന്നോട് വിവരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അമല മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2014 കേശദാനം = സ്നേഹദാനം എന്നുള്ള പ്രോഗ്രാം അമല മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത്. ഇതിനോടകം തന്നെ ഏകദേശം 12,000 പേര് ഈ സ്നേഹക്കൂട്ടായ്മയിലേക്ക് മുടി ദാനം ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ മുടി കൊണ്ട് മാത്രം ഒരു നല്ല വിഗ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല. 4-5 പേരുടെ മുടി കൂടുമ്പോഴാണ് ഒരു നല്ല വിഗ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. 30 സെൻറ്റിമീറ്റർ നീളമുള്ള മുടിയാണ് ഇതിനാവശ്യമുള്ളത്. എണ്ണമയമില്ലാത്ത മുടിയാണ് വിഗ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. അതിനായി മുറിക്കുന്നതിന് മുൻപേ സോപ്പിട്ടോ ഷാമ്പൂട്ടോ മുടി നന്നായി കഴുകി എണ്ണമയം കളയേണ്ടതാണ്, അല്ലെങ്കിൽ മുടി മോശമായി പോകാനായിട്ട് സാധ്യതയുണ്ട്. മുറിച്ചെടുത്ത മുടിയുടെ മുകളിലും താഴെയും മധ്യഭാഗത്തും റബ്ബർ ബാൻഡ് ഇടുന്നത് ആവശ്യമാണ്. അല്ലെങ്കിൽ മുടി കെട്ടുപണയാൻ ഇടവന്നാൽ പിന്നീട് അത് കളയാനാണ് സാധിക്കുകയുള്ളൂ. ഇന്ന് വരെ നമ്മളോട് ചോദിച്ച എല്ലാ ക്യാൻസർ രോഗികൾക്കും 100% സൗജന്യമായി അമല മെഡിക്കൽ കോളേജിൽ നിന്ന് വിഗുകൾ നൽകിയിട്ടുണ്ട്. ഇനിയും സൗജന്യമായിട്ട് തന്നെ കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് ജനുവരി 18, 2024 50 ക്യാൻസർ രോഗികൾ അമല മെഡിക്കൽ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വരുന്നുണ്ട്. അവർക്ക് സൗജന്യമായിട്ട് വിഗുകൾ നമ്മൾ നൽകുന്നുമുണ്ട്. എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് ക്യാൻസർ രോഗം മൂലം മുടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമല മെഡിക്കൽ കോളേജിനെ സമീപിക്കാം. സൗജന്യമായിട്ട് ഞങ്ങളിവിടെ നിന്ന് വിഗുകൾ നൽകുന്നതായിരിക്കും. അപ്പോൾ അച്ഛനോട് ഇതിനിടയ്ക്ക് ഒരു സംശയം ചോദിക്കാനുണ്ട്. അതായത് ഹെയർ ഡൊണേഷൻ ക്യാമ്പുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്യാൻസർ പേഷ്യൻസിന് വിഗ് കൊടുക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഇതുവരെ ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ മറ്റു പലർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പൊ അതിന്റെ പിന്നിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഞാനും ഇതുപോലെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പോകാറില്ല. പക്ഷെ അമലയിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. ഇവിടെ നമ്മൾ സമ്മതപത്രം സ്വീകരിച്ചിട്ടാണ് മുടി സ്വീകരിക്കുക. അതുപോലെ തന്നെ മുടി ദാനം ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ സൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അമലയിലെ ഡയറക്ടറും ഞാനും സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അമലയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് വേറെ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് അവരിവിടെ തന്നെ കുരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആര് മുടി തന്നാലും അവർക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അമലയിലേക്കല്ല കിട്ടിയിരിക്കുന്നത് എന്നാണ്. അത് നിങ്ങൾ വെരിഫൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഈ ഇവൻറ്റ് നടക്കുന്ന അമല ഹോസ്പിറ്റലിൻ്റെ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ രാവിലെ തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വിഗ് മേടിക്കാൻ വരുന്നവരും അല്ലെങ്കിൽ ഹെയർ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി വരുന്നവരും എല്ലാവരും അവിടെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ പ്രോപ്പർ ഒരു വേയിലൂടെയാണ് സംഭവം പോകുന്നത്. അപ്പോൾ നമ്മുടെ ജേസൺ അച്ഛൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിൽ ചില തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ വേണ്ടി തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റിദ്ധാരണ പറ്റുന്ന വാർത്തകളൊന്നും നമുക്ക് പ്രചരിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാതെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇത് നമുക്ക് ഹെയർ ഡൊണേഷൻ ചെയ്യണത് നമുക്ക് സിംഗിളായിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് വന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സംഘടനകൾ വഴി അല്ലെങ്കിൽ ക്ലബ്ബുകൾ വഴിയൊക്കെ അങ്ങനെ പല തരത്തിൽ ഇവിടെ ഹെയർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പല ടീമുകളോട് സംസാരിച്ചപ്പോൾ ഇവിടെ സംഘടനകൾ വഴി ചെയ്യുന്ന സംഘടനയുടെ ആളുകളോട് പോലും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മുടി നമുക്ക് തരാം, ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന പല ഫോൺ കോളുകളും അവർ നമ്മളോട് പറയുകയുണ്ടായി. പക്ഷേ അതിനെക്കുറിച്ചും നമ്മൾ പറയുന്നില്ല. ഇതിപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ജെന്യുവനായിട്ടുള്ളൊരു ടീമിനെ കണ്ടെത്തി നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. നിങ്ങൾ ഹെയർ ഡൊണേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്യാൻസർ പേഷ്യൻസിൻ്റെ കൈകളിലേക്ക് എത്തുവാൻ വേണ്ടി ജെന്യുവനായിട്ടുള്ളൊരു ടീമിനെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം. നമുക്ക് ഇന്നിവിടെ അറിയാം, അമല ഹോസ്പിറ്റലിൽ കേശദാന സ്നേഹദാനം 3 മാസത്തിലൊരിക്കൽ നടക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ് കേശദാന സ്നേഹദാനം എന്നുള്ള വലിയൊരു പരിപാടി. ഇന്നിവിടെ 50ഓളം സഹോദരിമാർക്ക് ക്യാൻസർ വന്ന് കീമോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മുടികളൊക്കെ പോയ 50ഓളം സ്ത്രീകൾക്ക് സഹോദരിമാർക്ക്
വിഗ് വിതരണം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഹെയർ ഡൊണേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. അമല ഹോസ്പിറ്റലിൽ 3 മാസത്തിലൊരിക്കലാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. എല്ലാ 3 മാസത്തിലൊരിക്കലും മൊത്തത്തിൽ ഒരു വർഷത്തിൽ 4 തവണ ഇവിടെ ഹെയർ ഡൊണേഷൻ ക്യാമ്പ് നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 2 കൊല്ലത്തോളമായി BIRK ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മ ഇതിൽ പങ്കുചേർന്നിട്ട് ഏതാണ്ട് 2000-ഓളം മുടി മേലെ BIRK വഴി തന്നെ ഇവിടെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് BIRKയുടെ അംഗങ്ങളായിട്ട് ഏതാണ്ട് 32ഓളം പേര് കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. BIRK എന്ന സംഘടന നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡിന്റെ മേഖലയിൽ, രക്തദാന മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംഘടനയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു ക്യാൻസർ പേഷ്യന്റിന് സഹോദരികൾക്ക് ഹെയർ ഡൊണേഷന്റെ ഭാഗമായിട്ട് വിഗ് വിതരണത്തിന്റെ ഭാഗമാവാനായിട്ട് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സൗജന്യമായിട്ടാണ് ഇവിടെ വിഗ് വിതരണം നടത്തുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ഇവിടെ പൈസക്കാണോ വിൽക്കുന്നത് എന്നൊക്കെയുള്ള ഡൗട്ടുകളുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ഇവിടെ വലിയൊരു വേദിയിൽ നമുക്ക് ഏത് സമയത്തും ഇവിടെ കയറി വരാൻ പറ്റാവുന്ന എല്ലാ വാതിലുകളും ഇന്നത്തെ ദിവസം തുറന്നിടുന്ന ഒരു വേദിയാണത്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കുചേരാം. കേരളത്തിന്റെ പല ജില്ല, ഇപ്പൊ ഇവിടെ തന്നെ ആലപ്പുഴയിൽ നിന്ന് വന്നവരുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും വന്ന ആളുകൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ കാണുന്ന രീതിയിൽ തന്നെയാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ രോഗികൾ, നമ്മളെ സഹോദരിമാരായ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് വിഗ് വാങ്ങാനായിട്ട്. അവർക്കൊക്കെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പരിപാടി ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. നമുക്കറിയാം, ഒരുപാട് ക്യാൻസർ രോഗികൾ നമ്മളെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അവർക്കൊരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമാവാനാണ് ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മയുടെ BIRKയുടെ ആലപ്പുഴയുടെ പ്രസിഡന്റാണ്. രക്തദാന മേഖലയാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. എങ്കിൽ പോലും നമ്മുടെ നീർക്കുന്ന് STV സ്കൂളിലെ കഴിഞ്ഞ പ്രാവശ്യം 22-22ഓളം പേരുടെ കുട്ടികളുടെ കേശദാനം അമല ഹോസ്പിറ്റലിലേക്ക് നടത്തിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ കുട്ടിയും ഇവിടെ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ഇവിടെ ഓഡിറ്റോറിയത്തിൽ ഇനോഗ്രേഷനും പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴും പുറത്ത് നമ്മുടെ ഹെയർ ഡൊണേഷനും പരിപാടി പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനോഗ്രേഷനായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് എത്തിയത് ഡോക്ടർ ഷെയ്സൺ പി ഔസേപ്പാണ്. അദ്ദേഹം ഈ വർഷത്തെ ഹോളിവുഡ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഡയറക്ടർ അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന മലയാള സിനിമ ശരിക്കും ഓസ്കാർ നോമിനേഷന് പോലും അർഹമായ സിനിമയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ. പിന്നെ നമ്മളോട് ഈ വീഡിയോയിൽ ആദ്യമേ സംസാരിച്ച ജെയ്സൺ അച്ഛനും അങ്ങനെ കുറച്ച് വിശിഷ്ട വ്യക്തികൾ മറ്റു പലരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഈ വേദിയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ ഈ ഹെയർ ഡൊണേഷൻ ചെയ്യാനായിട്ടും ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ദൂരെയുള്ള ചിലർ തലേദിവസം തന്നെ ഇവിടെ വന്ന് വാടകയ്ക്ക് മുറി എടുത്ത് താമസിച്ചവരുണ്ട്. ഇവരാരും തന്നെ സാമ്പത്തികമായിട്ടൊന്നും പ്രതീക്ഷിച്ച് എത്തിയവരല്ല. യാത്രാ ചെലവും താമസവും ഭക്ഷണവും ഇതെല്ലാം ഇവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി എത്തിയവരാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഇവർ ദാനം ചെയ്യുന്ന മുടിയിലൂടെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു രോഗിയുടെ മനസ്സിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം പകരാൻ ഇവർക്ക് സാധിച്ചാൽ അതുതന്നെയാണ് ഇവരുടെ ഒരു സന്തോഷം. അങ്ങനെ എനിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതിലൊരു പങ്കാളിയാവാൻ സാധിച്ചു. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരെങ്കിലും ക്യാൻസർ മൂലം മുടി നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, അവർക്ക് വിഗ് ആവശ്യമുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ അമല ഹോസ്പിറ്റലിൽ നിന്ന് വിഗ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി അമല ഹോസ്പിറ്റലായിട്ടോ അല്ലെങ്കിൽ BIRKയുടെ ഹെയർ ബാങ്കുമായിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ വോളണ്ടിയറായിട്ട് ഒന്ന് സേവനം അനുഷ്ഠിക്കണം, ഒന്ന് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശവും. അതായത് ക്യാൻസർ പേഷ്യൻസിന് ഇത്തരത്തിൽ 10,000 രൂപയോളം വില വരുന്ന വിഗ് തികച്ചും സൗജന്യമായി കിട്ടുന്ന കാര്യം നിങ്ങളെയൊക്കെ അറിയിക്കുക. അതുവഴി ഏതെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻസിന് കുറച്ച് ആശ്വാസം ഒരു വിഗിലൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് എത്തിച്ചു കൊടുക്കാം. നിങ്ങൾ ആർക്കെങ്കിലും മുടി ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫേക്കായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് പോകാതെ ജെനുവനായിട്ടുള്ള ആളുകളിലൂടെ അത് പ്രോപ്പറായിട്ട് ക്യാൻസർ പേഷ്യൻസിന് തന്നെ കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതൊക്കെയായിരുന്നു നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായിട്ട് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കുക. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.